മരുമക്കളായിട്ടുള്ളവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ അമ്മായച്ചനോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും എന്ത് പറയണമെന്നറിയാതെ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? അമ്മായിച്ചന്മാർ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല, എന്നാലും അവരോട് ഒരുതരം അകൽച്ച, സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഒരു തടസ്സം അനുഭവപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇതൊരു സാധാരണ സംഭവമാണ്. നിങ്ങൾക്ക് മാത്രമുള്ള ഒരു അനുഭവമാണെന്ന് പറയാൻ കഴിയില്ല. പല ആളുകളും ഇത് നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. കേരളത്തിലെ പല കുടുംബങ്ങളിലും അമ്മായിച്ചന്മാരുമായുള്ള ബന്ധത്തിൽ ഒരു ഔപചാരികതയും ഒരു ചെറിയ അകൽച്ചയും ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. പ്രത്യേകിച്ചും അവരുടെ മരുമക്കളുമായിട്ടുള്ള ബന്ധത്തിലാണ് നമുക്ക് ഈ അകൽച്ച നമുക്ക് പ്രകടമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അവർ തമ്മിൽ ഒരിക്കലും വഴക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയില്ല, എന്നാലും ഒരു അടുപ്പം അനുഭവപ്പെടാനായിട്ട് അവർക്ക് കഴിയുന്നുമില്ല. അമ്മായിപ്പന്മാരുടെ നിശബ്ദത വളരെ പ്രത്യേകമായിട്ട് അനുഭവപ്പെടുന്ന ഒരു നാട്ടിലാണ് നമ്മളുള്ളത്. അപ്പോൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് എങ്ങനെ സാധിക്കും? എങ്ങനെ നമുക്ക് ഈ മരുമക്കൾക്ക് അമ്മായിച്ചന്മാരുമായിട്ടുള്ള ഒരു സംഭാഷണത്തിന് തുടക്കം കുറിക്കാനായിട്ട് കഴിയും എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അത് ശബ്ദം കൊണ്ടുള്ള ഒരു സംഭാഷണമല്ല, ഹൃദയം കൊണ്ടുള്ള ഒരു സംഭാഷണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ജിതിൻ എന്നു പേരുള്ള ഒരു മരുമകനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാനിത് ആരംഭിക്കുകയാണ്. ജിതിൻ അവൻ്റെ ഭാര്യയുടെ വീട്ടിലാണ് താമസം. നമ്മൾ പറയില്ലേ, ദത്ത് നിൽക്കുന്ന ഒരു മരുമകനാണ് ജിതിൻ. ദിവസവും രാവിലെ എഴുന്നേറ്റ് അമ്മായിച്ചനോടൊപ്പം തന്നെ ചായ കുടിക്കുന്ന ഒരു പതിവ് ജിതിനുണ്ടായിരുന്നു. പക്ഷേ അവർക്കിടയിൽ സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. ജിതിന് സംസാരിക്കണമെന്നുണ്ട്, അമ്മായിച്ചന് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരെ കണക്ട് ചെയ്യുന്ന ഒരു ലിങ്കും അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുന്നില്ല. ഒരു അവാർഡ് പടം പോലെ ആ ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതിലൊരു മാറ്റം വേണമെന്ന് ജിതിന് ശക്തമായ ഒരു ആഗ്രഹമുണ്ടായി. ഒരു ദിവസം ജിതിൻ അടുക്കളയിൽ നിന്ന് ചായ എടുത്തുകൊണ്ട് വരുമ്പോൾ തമാശ രൂപേണ അച്ഛനോട് ചോദിക്കുകയാണ്, അച്ഛാ, ചായയിൽ പഞ്ചസാര ഇടണോ, അല്ലെങ്കിൽ ഇപ്പോഴും ഡയറ്റ് തന്നെയാണോ എന്നൊരു ചോദ്യം അവൻ ചോദിച്ചപ്പം പതിവില്ലാത്ത ആ ചോദ്യം കേട്ടപ്പോൾ അമ്മായിച്ചൻ ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അദ്ദേഹം മറുപടി പറഞ്ഞു. പക്ഷേ ആ ചോദ്യം അവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ ആദ്യപടിയായിരുന്നു. അവർ പിന്നീട് സംസാരിക്കാൻ തുടങ്ങി. അവർ തമ്മിൽ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് അവരുണ്ടാക്കിയെടുത്തു. അവരെ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവർ സംസാരിച്ച് കണ്ടെത്തി. ആ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് അവരുടെ ജീവിതത്തിന്റെ സന്തോഷം അവർ കണ്ടെത്താൻ തുടങ്ങി. ഇങ്ങനെ അമ്മായിച്ചന്മാരുടെ മൗനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം ഈ മൗനത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അവരെ തെറ്റിദ്ധരിക്കുന്നതിന് പകരം ഇതിനെ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളതാണ്. ഈ അമ്മായിച്ചന്മാരുടെ ഒരു പ്രശ്നം ഇതാണ്. അവരധികം സംസാരിക്കാത്തത് കൊണ്ട് അവര് നമ്മളെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് നമുക്ക് തോന്നാം, അല്ലെങ്കിൽ നമ്മളോട് താല്പര്യമില്ല എന്ന് നമുക്ക് തോന്നാം. ഇപ്പൊ കേരളത്തിലെ പല മുതിർന്നവരും ഈ ഒരു മൗനം അവരുടെ സ്നേഹത്തിൽ അവർ സൂക്ഷിക്കാറുണ്ട്. നമ്മൾ അച്ഛന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ നിശബ്ദമായി സ്നേഹിക്കുന്നവരാണ് എന്ന് അവരെ കുറിച്ച് പറയുന്നുണ്ട്. ഒരുപക്ഷെ പ്രായം ഉള്ളവർക്ക് ഇപ്രകാരമുള്ള അനുഭവങ്ങൾ സാധാരണമായതുകൊണ്ട് അവർ അതിനെക്കുറിച്ച് ഒത്തിരി ചിന്തിക്കാനായിട്ട് സാധ്യതയില്ല. പക്ഷേ പുതിയ തലമുറയിലെ കുട്ടികൾ അവർക്ക് ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് സ്നേഹത്തോടെ പോകുന്ന ഒരു കുടുംബാന്തരീക്ഷമാണ് അവരിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഈ ഒരു നിശബ്ദത കാണിക്കുന്നത് ഒരുപക്ഷെ അവരുടെ രീതിയായിരിക്കാം. എന്നാൽ ഇത് വിദേശ രാജ്യങ്ങളിൽ വരുമ്പം ഈ രീതി വ്യത്യസ്തമാണ്. അവിടെ ഗ്രാൻഡ് പാരൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻലോസ് ആയിട്ട് നിൽക്കുന്ന പേരൻസിന്റെ റോൾ എന്ന് പറയുന്നത് ഒരു നല്ല ലിങ്കായി വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി ഔട്ട്വേർഡ് ആയിട്ട് ചിന്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ഇൻലോസിനെ നമുക്ക് വിദേശ രാജ്യങ്ങളിൽ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള അമ്മായിച്ചന്മാരിൽ നിന്നും ഒരു നിശബ്ദമായിട്ടുള്ള അനുഭവമാണ് നമുക്കുള്ളത് എങ്കിൽ അവരെന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്ന് ചിന്തിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ആ സ്വഭാവ രീതിയെ മനസ്സിലാക്കാനായിട്ട് കഴിയുമോ, അതിനോട് പൊരുത്തപ്പെടാനായിട്ട് എങ്ങനെ കഴിയും എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ തുടങ്ങി, ഒന്ന് മാറി ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാവും. ഇനി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് സ്നേഹയുടെ അനുഭവത്തെക്കുറിച്ചാണ്. സ്നേഹ വിവാഹം കഴിഞ്ഞ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. അമ്മായിപ്പനും അമ്മായിമ്മയും അവരുടെ വീട്ടിൽ താമസിക്കുന്നുണ്ട്. അമ്മായിമ്മയുമായിട്ട് വളരെ പെട്ടെന്ന് കണക്റ്റായി. പക്ഷേ സ്നേഹയ്ക്ക് ഈ അവളുടെ അമ്മായിച്ചനുമായിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല, ഇത് മാറണം എന്ന് സ്നേഹ തീരുമാനിച്ചു. അവൾ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിരുന്നു.
അപ്പം അതുകൊണ്ട് ഈ അമ്മായച്ചനുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം, ലിങ്ക് ചെയ്യാം എന്ന് സ്നേഹ വളരെ കാര്യമായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവള് ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആവുമ്പോൾ ഈ അമ്മായിയച്ചൻ പാട്ട് കേൾക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. അപ്പൊ ഈ പാട്ട് കേൾക്കുന്ന ഒരു ദിവസം ഇവൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ചോദിക്കുകയാണ്, അച്ഛൻ യേശുദാസിന്റെ വലിയ ആരാധകനാണോ? യേശുദാസ് എന്ന പേര് കേട്ടതേ ഇദ്ദേഹം മനസ്സ് തുറന്ന് ഒന്ന് ചിരിച്ച് സംഭാഷണം ആരംഭിച്ചു. ഈ പാട്ടിനെ കുറിച്ചും അദ്ദേഹം കേട്ടിട്ടുള്ള പാട്ടുകൾ, അദ്ദേഹത്തിന്റെ ഫേവറേറ്റ് സോങ്സ്, ഇങ്ങനെ 1 മണിക്കൂറോളം നീണ്ട ഒരു സംഭാഷണം അദ്ദേഹം നടത്തുകയാണ്. അതിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ കോളേജ് കാലഘട്ടത്തില് അദ്ദേഹത്തിന്റെ കലാലയ ജീവിതങ്ങള്, ഈ പാട്ടിന്റെ പിറകെയുള്ള അദ്ദേഹത്തിന്റെ യാത്രകളൊക്കെ ഇദ്ദേഹം വളരെ കാര്യമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അവർ തമ്മിലുള്ള മതില് ഇടിഞ്ഞു വീണു. അവർ തമ്മിലുള്ള വലിയ ഒരു സ്നേഹബന്ധത്തിന് ആരംഭം കുറിക്കുകയാണ്. നല്ല സംഭാഷണങ്ങളിലേക്ക് അത് തുടക്കം കുറിക്കുകയാണ് ചെയ്തത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഇതാണ്: ഈ അമ്മായിച്ചന്റെ ഇഷ്ടങ്ങളിൽ നമ്മുടെ സമാനതകൾ കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കിഷ്ടമുള്ള, എന്നാൽ അമ്മായിച്ചനും ഇഷ്ടമുള്ള ഏത് ഏരിയയാണ് നമുക്ക് ഒരുമിച്ച് സംഭാഷണത്തിൽ കൊണ്ടുവരാനായിട്ട് കഴിയുക എന്ന് ചിന്തിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ പൊതുവായിട്ടൊന്നുമില്ല എന്ന തോന്നൽ നമുക്ക് മാറ്റിയെടുത്തുകൊണ്ട് ഒരു പരിഹാരം, തീർച്ചയായിട്ടും നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം അത് അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാത്തത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പഴയകാല ജീവിതം, വീട്, കൃഷി, അല്ലെ പഴയ സിനിമകൾ, അല്ലെങ്കിൽ പാചക രീതികൾ, യാത്രകൾ, അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നതിലൂടെ ഒരു അടുപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ടും അത് പിന്നീടുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ടും നമുക്ക് കഴിയുമെന്നുള്ളതാണ് വാസ്തവം. നിസ്സാരം ഒരു ചെറിയ ചോദ്യം: അച്ഛന്റെ ചെറുപ്പകാലം എങ്ങനെയായിരുന്നു? അതൊക്കെ അറിയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. എങ്ങനെയാണ് അച്ഛന്റെ ആ യാത്ര ഈ ഒരു നില വരെ എത്തിച്ചേർന്നത് എന്നൊക്കെ ഒന്ന് സംസാരിക്കാൻ കഴിയുമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഒരു സംഭാഷണത്തിന്റെ വാതിൽ തുറക്കാൻ അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ ആരംഭമായിരിക്കും. അതൊരു പുതിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരാനായിട്ട് ഒരുപക്ഷെ അതിന് കഴിഞ്ഞേക്കാം. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം, ഈ അമ്മായിച്ചനുമൊക്കെ ആയിട്ട് നമ്മളൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുമ്പം അതിന് ക്ഷമയോടെ സ്ഥിരമായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ മേഖലയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? നമ്മളിങ്ങനെ 1-2 തവണയൊക്കെ സംസാരിക്കാനായിട്ട് ശ്രമിക്കും, എന്നിട്ട് അത് പരാജയപ്പെട്ട് കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും പിന്മാറും. അപ്പോൾ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഇതാണ്: നമ്മുടെ സ്നേഹബന്ധങ്ങളും വിശ്വാസവും ഒക്കെ വളരാനായിട്ട് സമയമെടുക്കും. ആ സമയം നമ്മൾ കൊടുക്കണം. ആ സമയം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അത് വളർത്തിയെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പം നമ്മുടെ സമീപനത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് കഴിഞ്ഞാൽ, അതായത് നമുക്ക് വലിയ സംഭാഷണങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ഓരോ ദിവസവും ഞങ്ങൾ സ്നേഹത്തോടെ കൂടെയുണ്ട് എന്ന് അവരെ അനുഭവിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കപ്പ് ചായ കൊടുക്കുന്നതിലൂടെയും ഒരു നല്ല പുഞ്ചിരിയിലൂടെയും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അഭിപ്രായം തേടുന്നതിലൂടെയും ഒക്കെ അവർക്കൊരു പരിഗണന നൽകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, അവർക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു റോൾ ഉണ്ട് എന്ന് അവർക്ക് തോന്നാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു തുറവി കൊണ്ടുതരാനായിട്ട് സാധ്യതയുണ്ട്. ഇതെന്തുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ പഴയ തലമുറയിലെ അമ്മായിച്ചന്മാര് പലപ്പോഴും ഒക്കെ ഈ വികാരങ്ങളൊക്കെ ഉള്ളിൽ ഒതുക്കി ജീവിച്ചവരാണ്. നമ്മുടെ വികാരങ്ങൾ പ്രകടമാക്കാൻ പാടില്ല, നിങ്ങൾ കരയരുത് എന്ന് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ വളർന്നു വന്നവരായിരിക്കാം അവർ. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. അവർ കരയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ആ ഒരു പഴയ പാരമ്പര്യത്തിന്റെ, അവരുടെ ആ ഒരു പഴയ പിന്തുടർന്നിരുന്ന പ്രവൃത്തികളും രീതികളും ഒക്കെ അങ്ങനെ നിലനിൽക്കുന്നത് കൊണ്ടാവാം അവർക്ക് ഒരുപക്ഷെ ഇങ്ങനെ തുറന്ന് സംസാരിക്കാൻ പറ്റാത്തത്. ഉള്ളിൽ നിറയെ സ്നേഹവുമായിരിക്കാം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു രീതിയെ നമ്മളൊന്ന് മനസ്സിലാക്കി, അപ്പോൾ അതിലൊക്കെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട്, നമ്മുടേതായ ഇടപെടലിലൂടെ, സംഭാഷണത്തിലൂടെ ഒരു മാറ്റം വരുത്തിക്കൊണ്ട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചാൽ ഇതൊരു നല്ല ഒരു അനുഭവമായിട്ട് മാറും എന്ന് എൻ്റെ പല സുഹൃത്തുക്കളുടെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങളും അതുപോലെ എൻ്റെ പല ക്ലയൻസിൻ്റെയും ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പം നമുക്ക് ആ ഒരു ബന്ധം ഊഷ്മളമാക്കാനായിട്ട് നമുക്ക് കഴിയും. ഒരു സംഭാഷണമാണ് ഏറ്റവും പ്രധാനം. തുടക്കത്തിൽ അല്പം ബുദ്ധിമുട്ടൊക്കെ തോന്നിയേക്കാം, ഒരു തലമുറകൾ തമ്മിലുള്ള ഒരു വ്യത്യാസമൊക്കെ നമുക്ക് അനുഭവപ്പെടാം. പക്ഷേ ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ, അതിനു വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നമ്മൾ പരിശ്രമിക്കുകയാണെങ്കിൽ മാറ്റം തീർച്ചയായിട്ടും വരും എന്ന് പല അനുഭവങ്ങളും പഠനങ്ങളും നമ്മളെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ചെറിയ ചുവടുവയ്പ് നടത്താനായിട്ട് നമുക്ക് കഴിയുമോ? അപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു മരുമകനോ അല്ലെ മരുമകളോ ആണ് നിങ്ങളെങ്കിൽ, ഒരു ചെറിയ കാര്യം ചോദിച്ചുകൊണ്ടല്ലോ ഒരു അഭിപ്രായം തേടിക്കൊണ്ട് നിങ്ങളുടെ സ്നേഹം അവരോടൊന്ന് പ്രകടമാക്കാനായിട്ട് കഴിയുമോ എന്നൊന്ന് പരിശ്രമിച്ചു നോക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ മറ്റൊരു വീഡിയോ കാണാനായിട്ട് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്.
അതുപോലെ തന്നെ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളും കമൻസും അതുപോലെ മറ്റ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വിഷയങ്ങളും ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കാനായിട്ട് മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.